എനിക്ക് എൻ്റെ ജോലിയുണ്ട്, എൻ്റെ കാര്യങ്ങളുണ്ട്. ഈ കാര്യത്തിൽ കിടന്ന് ഞാൻ ഇങ്ങനെ കിടന്ന് ലൂപ്പായി കിടക്കുക എനിക്ക് ആവശ്യമില്ല. എൻ്റെ ബന്ധം ജാസ്മിനായിട്ട് തീർന്നു. എനിക്കില്ല ഇനി ആ ബന്ധം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖം തന്നെയാണ്. ദൈവം സഹായിച്ചിട്ട് ഇങ്ങനെയും മുന്നോട്ട് പോകുന്നു. അപ്പം ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കയറുന്നാലോ? വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസിലെ ജാസ്മിൻ്റെ കണ്ടന്റും അല്ലെങ്കിൽ വേറെ ഒന്നുമായിട്ട് സംസാരിച്ചിട്ട് അല്ലെ അഭിപ്രായപ്പെട്ട് വരാതെ ആ ഒരു സമയം വ്യൂസിന് വേണ്ടിയിട്ട്. അതൊന്നുമല്ല, ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ആ ബിഗ് ബോസിലെ കണ്ടന്റ് ഇട്ടിട്ട് വന്ന കമൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് നല്ല ആർക്കായാലും അതിലൊരു തെറ്റിദ്ധാരണ ഫീൽ ചെയ്യും. കാരണം ഞാൻ അനുകൂലമായി സംസാരിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്കിൽ ജാസ്മിനെതിരെ ഒരു പോസിറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ PR ആണെന്ന് പറയുന്നു. വെറുതെ വഴിയെ പോകുന്ന വേലിയെടുത്തിട്ടെല്ലാം തലക്കിടണ്ടെന്ന് വെച്ചിട്ടാണ്. എന്നാൽ വഴിയെ പോകുന്ന ഗർഭം എടുത്ത് ചുമക്കണ്ടെന്ന് വെച്ചിട്ടാണ്, വേറെ ഒന്നുമല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് വരണ്ടെന്ന് വെച്ചാലും നമ്മളെ സോഷ്യൽ മീഡിയയിൽ വഴി ഓരോന്നും ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ നമ്മളുടെ ആ ഒരു എന്താ പറയുക അഭിപ്രായം പറയാനുള്ള ഒരു പ്രവണത ഉണ്ടാവില്ലേ, അത് വന്നിട്ടാണ് ഇപ്പോഴും ഞാൻ ഈ കണ്ടൻറ്റുമായിട്ട് വന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ജാസ്മിൻ്റെ കേസ് തന്നെയാണ്. അതായത് ജാസ്മിൻ്റെ നമ്മുടെ ലവറെ അഫ്സൽ ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ലൈവിൽ ആ എല്ലാ കാര്യങ്ങളും മറ്റേ ജാസ്മിനെ കുറിച്ചിട്ടുള്ള തെളിവടക്കം അഫ്സൽക്ക നിർത്തുകയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും പൊറുതിമുട്ടി ഒരു പെണ്ണിനെ സ്നേഹിച്ചെന്ന പേരിൽ അദ്ദേഹം നേരിടാത്ത ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പോകുന്നതിന് മുന്നേ ഈ എൻഗേജ്മെൻറ്റ് ചെയ്ത് വെച്ച് തന്നെ നമ്മുടെ ജാസ്മിൻ്റെ വാശി കൊണ്ടായിരുന്നു. സത്യത്തിൽ ജാസ്മിൻ കാരണമാണ് ഈ ബിഗ് ബോസ് കാണുന്നതെന്ന് ഞാൻ ആ ഒരു സമയം അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത്. പക്ഷേ ഞാനിപ്പോൾ അഭിമാനമൊക്കെ വിട്ട് കളഞ്ഞ് ഭയങ്കര വെറുപ്പോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഞാൻ ആ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒന്നും അറിയാതെയാണ് ബ്ലൈൻഡായിട്ട് ഇതേപോലെ തന്നെ അഫ്സലും വിശ്വസിച്ചിട്ടുണ്ടാവുക. നമ്മളൊരു വ്യക്തിൻ്റെ മുഖം കണ്ടിട്ടോ അല്ലെങ്കിൽ അവളുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടോ അല്ലെങ്കിൽ അവളുടെ ഹിസ്റ്ററി കണ്ടിട്ടോ ഒന്നും തന്നെ വിലയിരുത്താൻ പാടില്ല. സത്യത്തിൽ ആ വ്യക്തിയുടെ മുഖം തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഇത്രയും വലിയ നാഷണൽ പ്രോഗ്രാമിൽ ഇങ്ങനെയും കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടാൻ ഈ ഒരു പെണ്ണിനെ കഴിച്ചിട്ടേ വേറെയുള്ളൂ എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. കാരണം ഇനി ഈ ജാസ്മിൻ്റെ പേരിലാണ് ബിഗ് ബോസ് കാണുന്നതെന്ന് ഞാൻ എന്ന് പറഞ്ഞു നടക്കില്ല. കാരണം എനിക്ക് തലയിൽ ആരെങ്കിലും ഇരുട്ടത്ത് വന്നിട്ട് അടിച്ചാളിയും. കാരണം ഇന്ന് ആരും അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കുറച്ച് അന്തം ഫാൻസ് ഉണ്ട്, അതായത് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരോട് പറയാനുള്ളത് സപ്പോർട്ട് ചെയ്തോളൂ. ഇതുപോലെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ആയാലും നിങ്ങൾക്ക് വന്ന് ഇരുട്ടടിയെല്ലാം കേൾക്കേണ്ടിയും കാണേണ്ടിയും വരും. എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഒരാളെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണ് നമ്മൾ അഫ്സൽ ചെയ്തത്. അതായത് അഫ്സലിന് മുന്നേ മുന്നാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ലവറും ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഈ അഫ്സലിനെ പറ്റിയിട്ടേ കേട്ടിട്ടുള്ളൂ. ഞാനിങ്ങനെ ജാസ്മിൻ്റെ ഓവറായിട്ട് കൂടുതൽ അന്വേഷിച്ചിരുന്നു. പക്ഷേ അവളുടെ വരുന്ന ഹിസ്റ്ററിയാണ് ഞാൻ നോക്കിയത്. അതായത് യൂട്യൂബിൽ വരുമ്പോൾ ഉണ്ടായ ആ ഒരു ഹിസ്റ്ററിയിലെ എങ്ങനെ കഷ്ടപ്പെട്ട് ഉപ്പാനെ സഹായിച്ച് അതുമാത്രമേ. പക്ഷേ ഈ ലവർ പേഴ്സണൽ ലൈഫൊന്നും ഞാൻ അറിഞ്ഞതില്ല. ഇപ്പോഴാണ് എല്ലാം പുറത്തേക്ക് വരുന്നത്. ഇപ്പം മുന്നാക്കായും ആയാലും അതിന് മുന്നുണ്ടായ ജിന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തല്ലോ ഒരു 3-4 ലവേഴ്സ് ഉണ്ട് അവർക്ക്. ഇപ്പം അഫ്സലിനോട് അതായത് അഫ്സൽ ഇപ്പം പറയുന്നത് ലൈവിൽ വേറൊന്നുമല്ല, ആ ഒരു പെണ്ണിനെ ഞാൻ അന്ധമായി വിശ്വസിച്ചു പോയി. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പരമാവധി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേയുള്ള എല്ലാ കാര്യങ്ങളും അഫ്സൽ തന്നെയായാലും ചെയ്തു കൊടുത്തത്. പക്ഷേ എന്നിട്ടും അവൾ ആ ഒരു എനിക്ക് തോന്നുന്നു ലൈവിൽ പോലും കാണിക്കാതെ അല്ലേ ടെലികാസ്റ്റ് ചെയ്യാത്ത ഒരു വീഡിയോ ആണ് അഫ്സൽ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ 1.5 വർഷത്തോളം ഫ്രണ്ട്സാണെന്ന് അങ്ങനെ എന്തോ ആണ് അവൾ പറയുന്നത്. അത് അത്രയും പൊട്ടയാണ്, തെറ്റാണെന്നാണ് നമ്മളെ അഫ്സൽക പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ 1.5 വർഷമല്ല, ഞാൻ 7 മാസമേ ആയിട്ടുള്ളൂ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ 7 മാസമേ ആയുള്ളൂ. കാരണം അസ്ല മെർലിനെ എല്ലാവർക്കും അറിയില്ലേ, നമ്മളെ യൂട്യൂബർ. അവളുടെ കല്യാണത്തിനാണ് അഫ്സലിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ മുന്നാക്കിയായിട്ടുള്ള ഈ ഇഷ്യൂസൊക്കെ അഫ്സലിന് അറിയായിരുന്നു പോലും. അപ്പോൾ അഫ്സലുമായിട്ട് മുന്നാക്കി ഉള്ളപ്പോൾ തന്നെ അഫ്സലിനോട് ചാറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അഫ്സലിൻ്റെ ലൈവിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സത്യത്തിൽ ഈ ജാസ്മിൻ ജാഫർ ഈ ബിഗ് ബോസിൽ ഇവളുടെ പേഴ്സണൽ ലൈഫിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളത്തനാണ്. അതായത് ഇപ്പോൾ അഫ്സൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഫ്സലിൻ്റെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ
പിന്നെ ഈ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇവൾ പറയുന്ന ഇനിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇനിയും കളവ് പറയുകയാണെങ്കിൽ ഓൻ്റെ അടുത്ത് ഒരുപാട് തെളിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഒരുപാട് തെളിവുണ്ട്. ഇതൊരു ഡീപ്സ് റിലേഷൻഷിപ്പാണ് തന്നെ ആര് പറയുന്നുണ്ട്, അഫ്സൽക്ക പറയുന്നുണ്ട്. അപ്പോൾ അത്രയും വിശ്വസിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ഈ ഒരു ഇത്രയും വലിയ തൊലിക്കട്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു തൊലിക്കട്ടി വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ പറയുന്നത് കളവ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമുക്ക് അവിടെ പിടിച്ചു വെക്കാൻ കഴിയും. ഇപ്പം ഇനി പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം ജാസ്മിൻ്റെ അവസ്ഥ. ഇനി ജാസ്മിൻ ഉണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഇനി ബിഗ് ബോസ് കാണണമെന്നേ ഇല്ല, ജാസ്മിൻ്റെ കാര്യം കേൾക്കണമെന്നേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ വെറുത്തുപോയി. കാരണം ഒരു ക്യാരക്ടർ ഇല്ലാത്ത വ്യക്തിയാണെന്ന് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ തേച്ചിട്ട് ഒരാളെ ഓക്കെ അതെന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മിസ്മാച്ച് ആണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ മൂന്നാലാളെ നിരക്കെ തേച്ചിട്ടാണ് വരുന്നതെങ്കിൽ ആ കുട്ടിയുടെ മാത്രം പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലാകും. ആരും ഒരു സമൂഹം വരെ അംഗീകരിക്കാത്ത ഒരാളായി മാറി ജാസ്മിൻ. ഇനിയിപ്പോൾ ജാസ്മിന് കപ്പ് കിട്ടിയാലും അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഇത്രയും 5 സീസൺ കണ്ടിട്ടില്ല. ഈ 5 സീസൺ കാണാത്ത ഒരാളാണ് ഞാൻ ഈ ഒരു സീസൺ കണ്ടത്. അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഈ 5 സീസണും നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് പോയത്. ഈ 6ാമത്തെ അതായത് ഈ ഒരു സീസണാണ് ഇങ്ങനെ പിന്നെ അത്രയും ലോക്കലായിട്ട് ഉള്ളത്. അതായത് പിന്നെ ഈ ഒരു കേസൊക്കെ വന്നിട്ട് ഇത്രയും അതപ്പതിച്ചു പോയ സീസൺ ആയത് ബിഗ് ബോസിൻ്റെ ഇതാണെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ 6 ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ഇനി കാണാനേ പോകുന്നില്ല ഗൈസ്. എനിക്ക് മടുത്തു. കാരണം ഓരോ കാര്യങ്ങളും ഇപ്പോൾ ലൈവ് കണ്ടപ്പോൾ പറയാൻ തോന്നി ജസ്റ്റ്. കാരണം എൻ്റെ ചാനലിൽ ജാസ്മിനെ കുറിച്ച് നല്ലത് പറഞ്ഞ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ പറയാൻ തോന്നി. കാരണം കുറ്റം പറയാനൊന്നുമല്ല, അതിൽ അവളുടെ ഇഷ്ടമാണ്. എന്നാലും പിന്നെ എനിക്കിനി അവളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാനോ എനിക്ക് താല്പര്യമില്ല. ഇതൊരു എന്താ പറയുക, അഫ്സലിൻ്റെ പിന്നെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും സത്യത്തിൽ ആ ഒരു എന്താ പറയുക, ഒരു ആൺകുട്ടി അല്ലേ, ആ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി കാരണം ഇത്രമാത്രം വിഷമിച്ചു പോയി എന്നുള്ളത് നമുക്ക് ഒരു എന്താ പറയുക, സത്യത്തിൽ പിന്നെ അഫ്സൽക്ക പറയുന്നത് പിന്നെ ആ ലൈവിൽ അതായത് ഫാമിലി എന്നെല്ലാം ഭയങ്കര അഗെയിൻസ്റ്റ് ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. എന്നിട്ടും ജാസ്മിൻ്റെ ഈ കരച്ചിലും പിന്നെ പിടിച്ചിലും ഇപ്പം നമുക്ക് മുന്നേ ഉള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അഫ്സലിനോട് പിന്നെ ജാസ്മിൻ മുന്നാക്കാനെ കുറിച്ച് പറഞ്ഞത് ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. അതായത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കൺട്രോൾ ചെയ്യും അങ്ങനത്തെ ഒരാളാണെന്ന്. അപ്പോൾ നമുക്ക് മുന്നാക്കയുടെ ക്യാരക്ടറെ നമ്മൾ അങ്ങനെയാണല്ലോ നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മളെ കേൾക്കാൻ, നമ്മൾ ലിസണറായിട്ടായി ആരായിരുന്നു അഫ്സൽ. അപ്പോൾ ആ ഒരു ബ്രേക്കപ്പിൻ്റെ ആ ഒരു അറ്റത്തുനിന്നാണ് നമ്മൾ അഫ്സലിനെ പരിചയപ്പെടുന്നത് തന്നെ. അപ്പോൾ അസ്ലാം മെർലിൻ്റെ മാരേജിന് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവളോട് കുറച്ച് സിമ്പതി തോന്നും. ഇത്ര നല്ല പെൺകുട്ടിയായിട്ടും പിന്നെ ഇങ്ങനെ ഒരു ചെക്കനെ ആണല്ലോ അവൾക്ക് ലവറായിട്ട് കിട്ടിയത്, ഇങ്ങനെ ഭയങ്കര തല്ലും പൊടിയും ഒക്കെ കാണുന്നുണ്ടല്ലോ. പക്ഷേ സ്വാഭാവികമായിട്ട് സോഫ്റ്റ് കോർണർ. പിന്നെ എന്ന് പറഞ്ഞാൽ അസ്ലാം മെർലിയുടെ ആ കല്യാണത്തിന് ആ സമയം തന്നെ അവർ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ കൂടുമ്പാറ്റം പറഞ്ഞിനോലു പിന്നെ അതായത് മുന്നാക്കിയില്ലെങ്കിൽ അഫ്സൽ ഖാനെ ഞാൻ കെട്ടിയേനെ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ വെറുതെ ജസ്റ്റ് യൂസ് ആൻഡ് ത്രോ ആണ് ജാസ്മിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലേ. ഇനി ആരും അവളെ സപ്പോർട്ട് ചെയ്താലും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം എന്നെ ഒരുപാട് ആൾ സപ്പോർട്ടറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സപ്പോർട്ടറൊന്നുമല്ല. കാരണം ഒന്നും അറിയാതെയാണ്. ഒന്നും അറിയാതെന്ന് വെച്ചാൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ലല്ലോ പേഴ്സണലിൽ. ഇപ്പോൾ ആരെയും അറിയില്ല. എല്ലാവരെയും ഈ ലൈവ് കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ജാസ്മിൻ ജാഫർ യൂട്യൂബർ ഇങ്ങനെ തേക്കുന്നേയും പിടിക്കുന്നേയും കണ്ട പരിചയം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. ഞാനും ജസ്റ്റ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എനിക്കും അതുപോലെയാണ് ഇഷ്ടം തോന്നിയത്. ഇപ്പോൾ ഇഷ്ടം തോന്നുന്നില്ല, തീരെ ഇഷ്ടം തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും അധപ്പതിച്ച ഒരു പിന്നെ ക്യാരക്ടർലെസ് ആയ ഒരു വ്യക്തിയാണ് ജാസ്മിൻ. മാത്രമല്ല മുന്നാക്കിയുടെ വോയിസും ഈ ഒരു പിന്നെ ഇതിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മുന്നാക്ക എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ ജാസ്മിൻ്റെ ഈ ഒരു യൂട്യൂബിൻ്റെ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയയിലുള്ള ഇൻട്രാക്ഷൻ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അവർ തമ്മിൽ എപ്പോൾ അടിയും വഴക്കും മിസ് മാച്ച് ആയിട്ടുള്ള അങ്ങനത്തെ എന്തൊക്കെ ഇഷ്യൂസാണ് അവർ തമ്മിൽ ബ്രേക്കപ്പ് ആകാനുള്ള കാരണം. ആ സമയമാണ് പിന്നെ കറക്റ്റ് ജൂണിലാണ് പിന്നെ അസ്ലാം മെർലിയുടെ കല്യാണം കഴിഞ്ഞത്. ആ സമയം തന്നെ പിന്നെ ഇവനെ പരിചയപ്പെട്ടു അഫ്സലിനെ. അപ്പോൾ ആഗസ്റ്റ് 15 ആരാ പിന്നെ ബ്രേക്കപ്പ് ആകുന്നത് മുന്നാക്കാന. അപ്പോൾ സെപ്റ്റംബർ അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാകുന്നു. സത്യത്തിൽ ജാസ്മിൻ്റെ ഒരു പിന്നെ ഇതും പുറത്ത് വരൂലായിരുന്നു. അവൾ അവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ
അതായത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ നാറിയ അവസ്ഥയിലേക്ക് അവളുടെ കാര്യം എത്തിയതെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കാരണം എന്ന് വെച്ചാൽ ഇവൾ അവിടെ പറയുന്നത് പിന്നെ അഫ്സലിന് 1.5 വർഷമായിട്ടാണ് അറിയാം, ഒരിക്കലുമല്ല വെറും 7 മാസമായിട്ട് അറിയുന്നുള്ളൂ എന്നാണ് അഫ്സൽ പറയുന്നത്. അവൻ്റെ ഗെയിമിൽ ചാറ്റിയ തെളിവൊക്കെ അവൾ പുറത്ത് വിടാൻ തുടങ്ങി. സത്യത്തിൽ അഫ്സൽ അങ്ങനെ കാണിക്കണ്ടായിരുന്നു, അവരുടെ റിലേഷൻഷിപ്പിൽ അവർ പറഞ്ഞ ചാറ്റൊന്നും കാണിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എൻ്റെ അഭിപ്രായം. അതങ്ങനെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് കാണിച്ചു പോയതായിരിക്കും. കാരണം അവരെയും അവൻ്റെ ഫാമിലിയും കുറേ ഒരു കാലം ഈ ബിഗ് ബോസ് തുടങ്ങിയ മുതൽ ഫസ്റ്റ് വീക്ക് മുതൽ അവളുടെ ഫാമിലീനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ജാസ്മിൻ്റെ കേസ്. കാരണം ജാസ്മിൻ ആ 1ാമത്തെ ആഴ്ച തന്നെ ആ പറഞ്ഞ ഇത് തെറ്റിച്ചു. അതായത് ഒരിക്കലും പേഴ്സണൽ ലൈഫ് ഷെയർ ചെയ്യരുതെന്ന്, അതായത് വീട്ടിൽ നടക്കുന്ന കാര്യം, പേഴ്സണൽ കാര്യം, ജീവിതത്തിൽ ഒന്നും ഷെയർ ചെയ്യരുതെന്ന് നമ്മൾ ബിഗ് ബോസിൽ പോകും മുമ്പേ അഫ്സലായാലും ഫാമിലിന്നായാലും പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ ജാസ്മിൻ അത് 1ാമത്തെ ആഴ്ചയിൽ തന്നെ എല്ലാം തെറ്റിച്ചു. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി, ഈ എഗെയിൻസ്റ്റ് നിന്ന ഫാമിലി തന്നെ പിന്നെ അഫ്സലിനോട് ചോദിച്ചു, ഇതാണോ നീ പറഞ്ഞ നല്ല കുട്ടി? അപ്പോൾ സ്വന്തം ഫാമിലീനെ പോലും എതിർത്ത് ഈ ഒരു പെണ്ണിനെ ബ്ലൈൻഡായിട്ട് പിന്നെ വിശ്വസിച്ച് സ്നേഹിച്ചു എന്നാണ് അഫ്സൽ ചെയ്ത ആകെ തെറ്റ്. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ അഫ്സൽ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പരമാവധി ഊറ്റീന് അല്ലേ, പരമാവധി എന്നെ യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി ഒരു ആൺകുട്ടി പറയണമെങ്കിൽ അവളെ ഇനി എങ്ങനെ സമൂഹം നോക്കിക്കാണെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. അത്രയും അതപ്പതിച്ച വർത്താനാണ് അഫ്സൽ പറഞ്ഞത്, അവനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. മാത്രമല്ല മുന്നാക്കാൻ്റെ വോയിസും ഒട്ടനവധി പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മുന്നാക്ക എന്ന് പറയുന്നത് ഇവിടെ അഫ്സലിന് മുന്നേ പിന്നെ ജാസ്മിന് വന്ന ആളാണ്. അവർ വന്ന് പറയുന്നതെന്ന് വെച്ചാൽ ജാസ്മിന് പിന്നെ ഇങ്ങനെയൊക്കെയാണെന്ന് അഫ്സലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ. അപ്പം മുന്നാക്കയോട് കാണിച്ചതും പിന്നെ അഫ്സലിനോട് കാണിച്ചതും 2 കാമുകന്മാരും ഇപ്പം മുന്നിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ബിഗ് ബോസിൽ നമ്മളെ പിന്നെ ജാസ്മിൻ പറഞ്ഞാലും അതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്ന തെളിവ് ഈ 2 കാമുകന്മാരുടെ അടുത്തുണ്ട്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളെ ജീവിതം കൊളന്നോടി. ഞാൻ ഇപ്പോഴും പറയുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു വലിയ മെഗാ ഷോ അല്ലെങ്കിൽ വലിയൊരു പ്ലാറ്റ്ഫോം എന്ന് പറയും, ഈ ഒരു ഏഷ്യാനിലെ വലിയ പ്ലാറ്റ്ഫോം. പിന്നെ നമ്മൾ ഒന്നുമില്ലാത്തവനെ എല്ലാം ആക്കിയിട്ട് വരും, അല്ലെ എല്ലാം ഉള്ളവനെ ഒന്നുമില്ലാത്താക്കുന്ന ഒരു ഷോ ആണ്. വേണമെങ്കിൽ ജീവിതം തന്നെ ഈ ഒരു ഷോയിൽ നിന്ന് നമുക്ക് നഷ്ടമാകും. അങ്ങനെയാണ് ഈ ഷോൻ്റെ ഒരു പ്രത്യേകത. കാരണം എന്ന് വെച്ചാൽ അവിടെ നമ്മളെ ക്യാരക്ടർ ഇല്ലായ്മേനെ ഒരിക്കലും നമ്മളെ ക്യാരക്ടർ അവിടെ നിന്ന് പുറത്ത് വന്നിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവാണ് ആര്? പിന്നെ നമ്മുടെ ജാസ്മിൻ. ഇതിനു മുന്നേ പിന്നെ ഏതോ സീസണിൽ ഞാനത് പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് കേട്ടോ. നമ്മൾ ആര്യയില്ലേ, ബഡായി ആര്യ, അവളുടെ ലൈഫ് ഏകദേശം ഇതുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് കണ്ടവർക്ക് മനസ്സിലാവും. ജസ്റ്റ് പിന്നെ അവൻ്റെ കാമുകൻ്റെ കേസാണ്. ഇതേപോലെ മാച്ച് വരുന്ന അതായത് അവളിപ്പോൾ ഡിവോഴ്സായി. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഒരു ക്യാരക്ടർ. അതായത് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് വെച്ചാൽ പിന്നെ അഫ്സലുമായിട്ട് എന്തിനാണ് എൻഗേജ്മെൻറ്റ് ചെയ്ത് വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ പിന്നെ അഫ്സൽ ഏതെങ്കിലും പെണ്ണുമായിട്ട് ലൈൻ ആകുമെന്ന് വെച്ച് പേടിച്ചിട്ടായിരിക്കും നമ്മളെ ജാസ്മിന് എൻഗേജ്മെൻറ്റ് ഫോഴ്സ്ഫുള്ളി ചെയ്തത്. അപ്പോൾ ഇത് നേരെ ഉൾട്ടിയാണ് നടന്നത്. കാരണം ഗബ്രീന അവൾ സ്നേഹിച്ചു അല്ലേ അവിടെ പോയിട്ട്. മാത്രമല്ല ഗബ്രി എവിക്റ്റായരെ നമ്മളെ പിന്നെ അഫ്സൽക്ക പിന്നെ ഗബ്രിയെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിനി. കാരണം എങ്ങനെയാണ് പിന്നെ ജാസ്മിൻ എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചിട്ട് അത് സ്റ്റേറ്റ്മെൻറ്റ് അവളെ അവിടെ കാണിക്കുന്നത് തെറ്റാണ്, ഞാൻ പറഞ്ഞുതരാം യഥാർത്ഥ ജാസ്മിൻ എന്താ എനിക്ക് നല്ലോണം അറിയാമെന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ അഫ്സൽ പിന്നെ ഗബ്രീനെ പിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് നിന്നിന്. പക്ഷേ നോ റിപ്ലൈ, അവൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ മനസ്സിലാക്കുമായിരിക്കും. പക്ഷേ ഗബ്രി ഇപ്പോൾ ജാസ്മിനെ കുറിച്ചിട്ട് ഒന്നും സംസാരിക്കാനോ ഒന്നും പോകുന്നില്ല. ഗബ്രിക്ക് ഇപ്പം നല്ലോണം മനസ്സിലായി. സത്യത്തിൽ ഈ പെണ്ണിനെ ബിഗ് ബോസിൻ്റെ വാതിക്കൽ കൈ പിടിച്ച് കയറ്റിയത് അഫ്സലാണ്. അതായത് ലാസ്റ്റ് അവരെ പിന്നെ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാകും. പിന്നെ ലാസ്റ്റിൽ പിന്നെ ജാസ്മിന് ബായ് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് വാച്ച് കെട്ടിയ കൈ നമ്മൾ അഫ്സലിൻ്റെയാണ്. അതായത് ബിഗ് ബോസ് ഷോക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഫ്സൽ ചെയ്തു കൊടുത്തു. സത്യത്തിൽ ബിഗ് ബോസിൻ്റെ എല്ലാ പിന്നെ സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിട്ട് സത്യത്തിൽ തേക്കായിരുന്നു നമ്മുടെ ജാസ്മിൻ. ഒരു പിന്നെ ബന്ധം പോലും ഇല്ല. അതായത് 1.5 വർഷമായിട്ടുള്ള ജസ്റ്റ് ഒരു ഫ്രണ്ട് അങ്ങനെയെന്നുള്ള ഒരു പിന്നെ ഇതാണ് ജാസ്മിൻ ഇവിടെ ബിഗ് ബോസിൽ അഫ്സലിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ
ലൈവിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നി. ഇനി ജാസ്മിൻ്റെ ബന്ധം ജാസ്മിൻ ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് ഞാൻ കാണുന്നത്. ബിഗ് ബോസ് ഞാൻ കാണുന്നില്ല ഗൈസ്, മടുത്തു. ഇനി ആർക്ക് കപ്പ് കിട്ടിയാലും പ്രശ്നം, അവർക്ക് കിട്ടണ്ട. എനിക്ക് അങ്ങനെയുള്ളൊരു മൈൻഡ് വന്നു. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്നതൊന്നും അല്ല, മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. നമ്മൾ കാണുന്ന പോലെയൊന്നല്ല ആൾക്കാർ ഭയങ്കര വ്യത്യസ്തമാണ്. ഒരു ക്യാരക്ടർ ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് എന്നാണ് വലിയ ഷോ എനിക്ക് കാണേണ്ട ഒരു ആവശ്യമില്ല. ഇനി മടുത്തു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് എനിക്ക് ആ ലൈവിനെ കുറിച്ച് അയാളുടെ അവസ്ഥ, അഫ്സലിൻ്റെ അവസ്ഥ പറയാൻ തോന്നി. കാരണം ഇത്രയും ഒരു ഒന്നുമില്ലാത്തവനായി മാറിയ കാമുകനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതായത് ഇത്രയും മുതലാക്കിയിട്ടും അതായത് എന്നിട്ടും ആ ഒരു പെണ്ണിൻ്റെ ഒരു റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇത്ര കാലം അവർ തമ്മിലുള്ള റിലേഷൻ്റെ പല തെളിവുകളും അഫ്സലിൻ്റെ അടുത്തുണ്ട്. എന്നിട്ട് ഇത്ര കാലം ഇതൊക്കെ ആ നാട്ടുകാരിൽ നിന്നും അവരെ അണ്ടർ ഫാൻസിൽ നിന്നൊക്കെ കിട്ടിയ അടി, അതായത് തിരിച്ചടി കാരണം ഇങ്ങനെ എന്താ പറയുക, അത്രയും വിമ്മിഷ്ടം, അത് അത്രയും കടിച്ചു പിടിച്ച് നിന്ന് ഇപ്പോഴാണ് ആള് പുറത്തു വിടാൻ തുടങ്ങിയത്. അതിപ്പോൾ ഞാനായാലും നിങ്ങളായാലും ആ സ്ഥാനത്തുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ചെയ്യാം. കാരണം ആ പെൺകുട്ടീനെ കൊണ്ടാണ് ആ ഫാമിലി അടുപ്പിപ്പോൾ നാറിയിട്ടുള്ള അഫ്സലിനെ. മുന്നാക്ക രക്ഷപ്പെട്ടു, അഫ്സൽ ഇപ്പം കഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അടുത്തത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ബിഗ് ബോസ് കാണണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ഇനിയൊരു ഈ നാറിയ പരിപാടി ഇത്രയും അതപ്പതിച്ച് കഴിഞ്ഞു. ജാസ്മിൻ ജാഫർ ഈ ഒരു കണ്ടന്റ് തന്നെ സോഷ്യൽ മീഡിയയിലായാലും കേരളത്തിലൊട്ടാകെ ആ പെണ്ണിനെ കുറിച്ചിട്ട് മോശം പറയാൻ തുടങ്ങി. ഇനിയൊന്നും നമുക്ക് തിരുത്താൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ തെളിവുകളുമായിട്ടാണ് 2 കാമുകന്മാരും പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഞാൻ അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരുന്നതാണ്. ബൈ.